ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 2-ാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുള്ള ഒരു പരീക്ഷണ കാലഘട്ടത്തോട് നമ്മളതിനെ ധ്യാനിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറെ അർത്ഥവും ആഴവും നൽകുന്ന അനുഭവങ്ങളെ ദൈവം നമുക്ക് അതിലൂടെ നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 3 പരീക്ഷണങ്ങളെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ആഹാരത്തോടുള്ള ഒരു പരീക്ഷണമാണ്. കർത്താവിനോട് പിശാച് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ പറയുവാൻ. അപ്പോൾ കർത്താവ് നൽകുന്ന മറുപടി, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന്, ദൈവവചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് ആഹാരത്തെ വെടിഞ്ഞുള്ളത് മാത്രമാകാതെ ഇരിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അത് ദൈവവചനത്തെ ശ്രവിച്ച് വചനത്തിലൂടെ വേരൂന്നി വളരുവാൻ നമുക്ക് സഹായകരമാകണം. രണ്ടാമതായിട്ട് ഉള്ള പരീക്ഷണം സംരക്ഷണത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. ഈ ലോകത്ത് വിവിധ തരങ്ങളായ സംരക്ഷണങ്ങളുണ്ട്. കർത്താവിനോട് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് താഴേക്ക് ചാടുവാൻ പറയുകയാണ്. നിന്റെ കല്ലിൽ തട്ടാതിരിപ്പാൻ ദൈവദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അവിടെ കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരീക്ഷണം തുടരുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണം ഈ ലോകത്തിൻ്റെ സംരക്ഷണമല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, രക്ഷിപ്പാൻ തക്കവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല എന്ന്. ആ രക്ഷിക്കാതിരിപ്പാൻ തക്കവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ഈ പരീക്ഷണവുമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തോട് ധ്യാനിക്കുമ്പോൾ, യഹോവയായ ദൈവം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചുവെങ്കിൽ ദൈവമായ കർത്താവിൻ്റെ സഹോദരങ്ങളായ നമുക്കും ആ സംരക്ഷണമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ലോകം തരുന്ന സംരക്ഷണമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൻ്റെ അനുഭവത്തിൽ നോമ്പ് നോക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. മൂന്നാമതായിട്ട് ഉള്ള പരീക്ഷണം ലോകത്തിൻ്റെ മഹത്വങ്ങളോടുള്ള പരീക്ഷണമാണ്. സകല രാജ്യവും കാണിച്ചു കൊടുത്തുകൊണ്ട് ആ മലമേൽ നിന്നുകൊണ്ട് അവനോട് പറയുകയാണ്, എന്നെ നമസ്കരിക്കുക എന്ന് പിശാച്. അപ്പോൾ കർത്താവ് നൽകുന്ന മറുപടി വളരെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഇപ്രകാരം നമ്മൾ അവിടെ വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ മഹത്വങ്ങളെ ആരാധിച്ച് നമസ്കരിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മളും അങ്ങനെ ഉള്ളതിൽ ഉൾപ്പെട്ട് പോയിരിക്കാം എന്നുള്ള ഒരു ചിന്തയും വന്നേക്കാം. അവിടെയാണ് ഈ ലോകത്തിൻ്റെ മഹത്വങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുവാൻ, തീർച്ചയായിട്ടും ദൈവനാമം മഹത്വപ്പെടുവാൻ നമ്മുടെ നോമ്പ് നമ്മിലൂടെ അനേകം പേർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളൊരവസരം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പ് ഫലവത്തായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ചൊല്ലുകളിൽ ഏറെ പ്രശസ്തമാണ് അബ്ബാ മെഗാത്യൂസിൻ്റെ സംഭാഷണങ്ങൾ. അബ്ബാ മെഗാത്യൂസ് മരുഭൂമിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വിശുദ്ധനായ വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മരുഭൂമിയിൽ വസിക്കുന്നത് എന്ന്. അദ്ദേഹം പറയുന്ന മറുപടി വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അദ്ദേഹം ഉപവസിക്കുകയും അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ചെറിയ അപ്പക്കഷ്ണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം നീക്കുന്നത് എന്നും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ വന്ന് ചോദിച്ച വ്യക്തിയോട്, അപ്രകാരം നിനക്ക് എന്നെപ്പോലെയായി ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ ദിവസത്തിൽ പകുതി അപ്പക്കഷ്ണത്തെ കഴിച്ച് ബാക്കി ഉപവസിക്കുക എന്ന്. അങ്ങനെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മിതമായ ആഹാര രീതി കൊണ്ടും അദ്ദേഹം സ്വസ്ഥത നേടി അവിടെ നിന്ന് പോയി എന്ന് നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്.
അപ്രകാരം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഹാര രീതികളും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ വളരുവാനും ദൈവമഹത്വത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മളാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഇന്നത്തെ വേദഭാഗം നമ്മെ ചിന്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അപ്രകാരം പരീക്ഷകളിൽ അകപ്പെടാതെ ഉണർന്ന് നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കി നമുക്ക് നോമ്പ് നോറ്റ് ആ നോമ്പിൻ്റെ പുണ്യം പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ എന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.